മര്യാദ, മാനർ അഥവാ കസ്റ്റം, കീഴ്വഴക്കം, പാരമ്പര്യം, ചട്ടം എന്നിവയ്ക്ക് വിധേയമായ പെരുമാറ്റമാണ് മര്യാദ. അതിർത്തി ലംഘിക്കാത്തത് എന്ന് സാമാന്യാർത്ഥം. കനാന്യരുടെ മര്യാദ ആചരിക്കരുതെന്ന് ഇസ്രായേല്യരോട് യഹോവ കൽപ്പിച്ചു. ദൈവിക വെളിപ്പാട് ഇല്ലാത്തിടത്താണ് ജനം മര്യാദ വിട്ട് നടക്കുന്നത്. സദൃശവാക്യം 29:18. ചില സ്ഥാനങ്ങളിൽ മര്യാദ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് എത്തോസ് എന്ന ഗ്രീക്ക് പദത്തെയാണ്. നിയമനിർദ്ദിഷ്ടമായ ആചാരം, കീഴ്വഴക്കം, ശീലം എന്നീ അർത്ഥങ്ങൾ പ്രസ്തുത പദത്തിനുണ്ട്. ലൂക്കോസ് 1:9. അപ്പോസ്തലപ്രവൃത്തികൾ 6:14, 25:16, യോഹന്നാന്റെ സുവിശേഷം 19:40. ചിലയിടങ്ങളിൽ എത്തോസ് എന്ന വാക്കിനെ ആചാരം എന്നും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 15:1, 1 കൊരിന്ത്യർ 15:33. യോഗ്യമായും ഉചിതമായും നടക്കുന്നതിനെയാണ് മര്യാദ എന്ന പദം ഉദ്ദേശിക്കുന്നത്. പകൽ സമയത്തെന്ന പോലെ മര്യാദയായി നടക്കേണ്ടതാണ്. റോമാലേഖനം 13:13. ഇവിടെ മര്യാദയായി എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് യുസ്കീമോൻ എന്ന ഒരു പദമാണ്. ആ പദത്തിന് നല്ല പദവിയുള്ള, യോഗ്യതയുള്ള എന്നീ അർത്ഥങ്ങളുണ്ട്. ശരീരത്തിൽ അഴക് കുറഞ്ഞവയ്ക്ക് അഴക് വരുത്തുന്നു എന്നതിനും ഈ പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. 1 കൊരിന്ത്യർ 12:23. സാൻമാർഗികതയിൽ വിശ്വാസികളെ അന്യർ കുറ്റം പറയാൻ ഇടവരരുത്. പുറത്തുള്ളവരോട് മര്യാദയായി നടക്കുക എന്ന ഉപദേശത്തിൻ്റെ സാരം ഇതാണ്. 1 തെസ്സലോനിക്കർ 4:11. കൊരിന്തിലെ സഭായോഗങ്ങളിൽ ഉണ്ടായ ക്രമക്കേടുകൾ സഭയെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദാപാത്രമാക്കി തീർക്കുമോ എന്നു ഭയന്ന് ആവശ്യമായ ഉപദേശം നൽകിയ ശേഷം അപ്പോസ്തലൻ പറയുകയാണ്, സകലവും ഉചിതമായും ക്രമാനുസരണവും നടക്കട്ടെ. ആ വാക്കുകൾ യുസ്കീമെനോസ് കറ്റാറ്റാക്സിൻ എന്നാണ്. 1 കൊരിന്ത്യർ 14:40. ഇവിടെ ഉചിതത്തിന് മര്യാദ എന്ന ധ്വനിയാണുള്ളത്. സഭയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഉത്കണ്ഠാകുലനാകയാലാണ് പൗലോസ് അപ്പോസ്തലൻ മര്യാദയായി നടപ്പാൻ ആവർത്തിച്ച് ഉത്ബോധിപ്പിച്ചത്.